ഭർത്താവിനെ വശീകരിക്കാനായി മന്ത്രവാദിനിയെ സമീപിച്ച ഒരു യുവതിയോട് മന്ത്രവാദിനി ആവശ്യപ്പെട്ടത് കൂദാശ ചെയ്ത തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുവരാൻ ആയിരുന്നു. 1247 പോർച്ചുഗലിലെ സാന്താറേമിലാണ് സംഭവം. മന്ത്രവാദിനി പറഞ്ഞതനുസരിച്ച് യുവതി ദേവാലയത്തിൽ നിന്ന് ഒരു തിരുവോസ്തി മോഷ്ടിക്കുകയും ആ തിരുവോസ്തി ഒരു ലിനൻ തുണിയിൽ പൊതിഞ്ഞു പിടിച്ച് സ്വഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പൊതിഞ്ഞിരുന്ന തുണി നനയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഇത് കണ്ട് ഭയന്ന അവൾ വീട്ടിലേക്ക് ഓടി അത് തുറന്നു നോക്കി. അവളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവൾ കണ്ട കാഴ്ച. തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകുന്നതായി കണ്ട അവൾ പരിഭ്രാന്തിയായി തന്റെ മുറിയിലെ മേശയുടെ അകത്ത് തിരുവോസ്തി സൂക്ഷിച്ചു വെച്ചു. രാത്രിയായപ്പോൾ ഒരു വലിയ പ്രകാശം അവിടെയാകെ നിറഞ്ഞ് പകൽ പോലെയായി. പിറ്റേ ദിവസം ദേവാലയത്തിൽ വിവരം ധരിപ്പിക്കുകയും ദേവാലയ അധികൃതർ വലിയ ആദരവോടെ തിരുവോസ്തിയെടുത്ത് വിശുദ്ധ സ്റ്റീഫന്റെ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 3 ദിവസത്തേക്ക് രക്തമൊഴുകുന്നത് തുടരുകയും തിരുവോസ്തി മെഴുകുകൊണ്ടുണ്ടാക്കിയ പേടകത്തിലാക്കി സക്രാരിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. മാംസരക്തങ്ങളായി മാറിയ തിരുവോസ്തിയിൽ വീണ്ടും പല പ്രാവശ്യം അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അനേകം പഠനങ്ങളും വിശകലനങ്ങളും ഈ അത്ഭുതത്തോടനുബന്ധിച്ച് നടത്തപ്പെടുകയും ചെയ്തു. പിയൂസ് 4 വിശുദ്ധ പിയൂസ് 5, പിയൂസ് 6, ഗ്രിഗറി 14 എന്നീ മാർപ്പാപ്പമാർ പോർച്ചുഗലിലെത്തി ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുമ്പിട്ടാരാധിച്ചിട്ടുണ്ട്. ഇന്നും ഈ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പുകൾ പോർച്ചുഗലിലെ സാന്താറേമിലെ വിശുദ്ധ സ്റ്റീഫന്റെ ദേവാലയത്തിൽ വണക്കത്തിലുണ്ട്.